പ്രധാന ആയുധം എന്നുള്ളത് പോലീസിനെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുക, ആഭ്യന്തരമന്ത്രിയെ എല്ലാം പരസ്യമായി വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒളിവിലായിരുന്ന സമയത്ത് പോലും അർജുൻ ആയങ്കിയുടെ പലതരത്തിലുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് അർജുൻ ആയങ്കി തന്നെയാണോ, അല്ലെങ്കിൽ അതിന് മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടെയുണ്ട്. ആ വിവരങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ടോ? നേരത്തെ പോലീസിന് സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ അന്വേഷണം വഴി തെറ്റിക്കാൻ വേണ്ടി അർജുൻ ആയങ്കി മറ്റാരെയോ കൊണ്ട് ഈ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത്. പക്ഷേ അർജുൻ ആയങ്കി തന്നെയാണ് ആ പോസ്റ്റുകളും കമന്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അർജുൻ ആയങ്കിയോട് ചോദിക്കാനിരിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോയത്. ഈ ഒളിവിൽ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പോലീസിന് ധാരണ ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റിയും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ിരിക്കുന്ന സമയത്താണല്ലോ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടത്. ആ കാര്യത്തിൽ പോലീസിന് വിശദീകരണം തേടേണ്ടതായിട്ടുണ്ട്. വിശദീകരണം എന്തായാലും അർജുൻ ആയങ്കിയോട് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പ്രാഥമികമായിട്ടും പോലീസ് മനസ്സിലാക്കുന്നത് ഒളിവിൽ കഴിയുന്ന സമയത്ത് തന്നെയാണ് ഈ പോസ്റ്റുകളൊക്കെ ഇട്ടത് എന്നുള്ളതാണ്. ഇയാളുടെ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴും പോലീസിന് ലഭിച്ച മറ്റൊരു വിവരങ്ങളും, അതായത് ഇയാൾ ഇവിടെ എത്തി ഈ അറസ്റ്റ് ചെയ്യുന്നത് വരെ, ഒളിവിൽ പോയി അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ഇയാളുടെ പ്രവൃത്തിയും ഇയാൾ പോയ സ്ഥലങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ ലൊക്കേഷൻ ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ ഉറപ്പിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കരുതിയിരിക്കുന്നത് ഇയാൾ തന്നെയാണ് പോസ്റ്റുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചത് എന്നുള്ളത് തന്നെയാണ്. ഈ തളിപ്പറമ്പിലെത്തിയതിനു ശേഷവും ഇയാൾ തളിപ്പറമ്പിൽ ഒളിവിൽ കഴിയുമ്പോഴും ഇയാൾ ഈ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ കൂടുതൽ പിന്നെ ഈ പോസ്റ്റുകളൊക്കെ പങ്കുവച്ചത് അർജുൻ ആയങ്കിയാണെന്ന് എന്ന് പോലീസ് കരുതാനുള്ള കാരണം. അപ്പോൾ എന്തായാലും പോലീസിനെ വെല്ലുവിളിക്കുന്ന സമയത്ത് പറഞ്ഞത് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, തന്നെ എപ്പോൾ പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും രണ്ടാമത്തെ ദിവസം തന്നെ അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വളരെ സാഹസികമായി തന്നെയാണ് പോലീസ് പിടികൂടിയത്. ഇതിൽ ഇപ്പോൾ ഒരു പോലീസ് പിടികൂടാൻ വന്ന സമയത്ത് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓടി രക്ഷപ്പെടുന്നതിലാണ് പിടികൂടിയത് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനും ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനും അർജുൻ ആയങ്കിയുടെ പേരിൽ, ഈ സംഭവത്തിന്റെ പേരിൽ, ഇന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ വീണ്ടും കേസെടുക്കുമോ എന്നുള്ളതും സംശയമാണ്. അങ്ങനെ കിട്ടാതെയായിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസം വരെ അർജുൻ ആയങ്കിയെ തപ്പി നടന്നിരുന്നത്. ഈ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിന്റെ മുന്നിലൂടെ തന്നെ ഒരു ഇടപാടിലെത്തിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടു. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നു, കഫേയിൽ സമയം ചെലവഴിക്കുന്നു, എന്നിട്ട് പോലും ആരും അർജുൻ ആയങ്കിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. പോലീസ് തന്നെ എത്തി ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ആശുപത്രി അധികൃതർ പോലും ഈ കാര്യങ്ങൾ അറിയുന്നത്. ആ പ്രതികരണങ്ങളെല്ലാം നമ്മൾ കണ്ടു. അങ്ങനെ വളരെ പരസ്യമായി തന്നെ പോലീസിന്റെ മൂക്കിൻ തുമ്പിലൂടെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെ പോലീസിനെ വെല്ലുവിളിച്ച് നടന്ന ഒരു പ്രതിയാണ്. പക്ഷേ ഈ CCTVയും ഫോൺ ലൊക്കേഷനിലും എല്ലാം ഒരു തുമ്പും കിട്ടാതെ കേരള പോലീസ് നടക്കുകയായിരുന്നു. ഒടുവിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ആയങ്കിയെ പിടിയിലാവുന്നത്. എങ്ങനെയായിരുന്നു ഇന്നലെ മുതലുള്ള പോലീസിന്റെ ഒരു ഓപ്പറേഷൻ? ഒളിവിലായിരുന്നെങ്കിലും അർജുൻ ആയങ്കിയുടെ പിന്നാലെ പോലീസ് ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഓടിയപ്പോൾ അർജുൻ ആയങ്കിക്ക് ഒപ്പം എത്താൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല. അതിന് കാരണം അർജുൻ ആയങ്കിക്ക് പല ആളുകളുടെയും സഹായം ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് ഇയാളെ പിടികൂടാൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ ഇയാൾ പോയ വഴികളിലൂടെയൊക്കെ പോലീസ് സഞ്ചരിച്ചിട്ടുണ്ട്. അത് എറണാകുളം മുതൽ ഇന്ന് കണ്ണൂർ നഗരത്തിൽ പിടികൂടിയത്. അതും പല സ്ഥലങ്ങളിലൂടെ പോയി കണ്ണൂർ എത്തിയതുവരെയുള്ള എല്ലാ സംഭവങ്ങളിലും പോലീസ് ഇയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എടപ്പാളിൽ നിന്ന് ഒരു CCTV ലഭിച്ചു. അതിനുശേഷം ഇയാൾ പാലിയേക്കര ടോൾ പ്ലാസ മറികടക്കുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. ആ കാറ് പിന്നീട് ടോൾ പ്ലാസയിലൂടെ സഞ്ചരിച്ച ആ കാറ് പിന്നീട് കണ്ണൂർ പനങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ഇയാൾ തളിപ്പറമ്പിലേക്ക് പോയി എന്നുള്ള വിവരം പോലീസ് ലഭിക്കുന്നു. പക്ഷേ പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. പിന്നീട് ഇയാൾ മട്ടന്നൂരിലേക്ക് എത്തി. മട്ടന്നൂരിൽ പോയപ്പോഴാണ് പോലീസിന് പ്രധാനമായിട്ടുള്ള ഒരു തുമ്പ് ലഭിച്ചത്. മട്ടന്നൂരിൽ ഇയാളുടെ ഒരു സുഹൃത്തിനെ കണ്ടു. അയാൾ ഈ സോളാർ പാനലുമായി ബന്ധപ്പെട്ട ഒരു സംരംഭകനാണ്. ഇയാളെ കാണാൻ പോയപ്പോഴാണ് പോലീസിന് ഒരു രഹസ്യമായിട്ടുള്ള വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് എത്തുമ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ചില സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഇയാളെ തളിപ്പറമ്പിൽ എത്തിക്കുകയായിരുന്നു. രാത്രിയോടുകൂടി ഇയാൾ തളിപ്പറമ്പിലെത്തി. അവിടെ നിന്ന് തളിപ്പറമ്പിലും പയ്യന്നൂരിലുമായിട്ടായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അതായത് ഈ 6-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ പോലീസ് ഈ മട്ടന്നൂരിലുള്ള സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇയാളെ കൂടുതൽ
ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു. പിന്നീട് അർജുൻ ആയങ്കിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് കോതമംഗലം പോലീസിനെ അറിയിക്കുന്നു. കോതമംഗലം പോലീസ് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, ഒളിവിലുള്ള പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വകുപ്പുകൾ ചുമത്തി ഈ സുഹൃത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ അയാളെ കോതമംഗലം പോലീസ് കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീടാണ് തളിപ്പറമ്പിലുള്ള കാര്യങ്ങൾ, തളിപ്പറമ്പിലും പയ്യന്നൂരിലുമുള്ള ഇവൻ്റെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ അന്വേഷിച്ച് പോലീസ് രംഗത്തെത്തിയത്. അങ്ങനെ പല ആളുകളെയും വിളിച്ചു ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ പോയ മറ്റു വഴികളൊക്കെ ലഭിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി, അതായത് 7-ാം തീയതി ഇന്നലെ ഉച്ചയോടുകൂടി കണ്ണൂർ നഗരത്തിൽ അർജുൻ ആയങ്കി എത്തി എന്നുള്ള വിവരം ഇന്നലെ വൈകിട്ടോടുകൂടി ലഭിച്ചത്. പക്ഷേ അതൊരു അഭിഭാഷക ദമ്പതികളുടെ വീട്ടിലായിരുന്നു. അവിടെ പോലീസ് ഒരു പരിശോധന നടത്തണമെങ്കിൽ, ഒരു റെയ്ഡ് നടത്തണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. അതിന് ചില നടപടികളൊക്കെ ഉണ്ട്. ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ, ഒരു സംശയാസ്പദമായി ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ചില നടപടികളൊക്കെ ഉണ്ട്. ആ നടപടികളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ആ പോലീസ് കുറച്ച് ഈ സംഭവം വീട്ടിലേക്ക് എത്താൻ വേണ്ടി ഒരല്പം വൈകിച്ചത്. അങ്ങനെ 2:45 കൂടിയിട്ടാണ് ഈ വീട്ടിലേക്ക് പോയത്. പക്ഷേ ഈ വീട്ടിലുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചതിന് ശേഷം പോലീസ് ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, 2 നില മാത്രമേ ഉള്ളൂ, താഴെയും മുകളിലുമായിട്ട്. അങ്ങനെ ആ വീട്ടിലെ ആളുകളെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർ അങ്ങനെ നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് പോലീസ് ഒരു ഉറപ്പുണ്ടായിരുന്നു ഇയാളെ ഇവിടെ നിന്ന് മറ്റെവിടേക്കും പോകില്ല എന്നുള്ള കാര്യം. അതായത് ഈ അപ്പാർട്ട്മെന്റ് വിട്ട് ഇയാൾ പുറത്തിറങ്ങിയാൽ അത് പോലീസിന് വിവരം ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ ലേക്ക് ആണ് പോലീസിൻ്റെ ഉയർന്ന സംഘം ഫോക്കസ് ചെയ്തത്. അങ്ങനെ ഈ പരിശോധിക്കാനുള്ള നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങിയപ്പോൾ, നിയമപരമായിട്ടുള്ള സാധ്യത കണ്ടപ്പോൾ ഇയാളെ തേടി ഈ ഫ്ലാറ്റിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇയാളെ ഈ പയ്യന്നൂരിൽ നിന്നും ഈ ഫ്ലാറ്റിലേക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ച ആളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അയാളെ കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്തു. പയ്യന്നൂരിലുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോഴാണ് ഇന്ന ആളുകളുടെ കൂടെ കണ്ണൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ